ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എപ്പിസിയോട്ടമി സ്റ്റിച്ചിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 മാസമായിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ എൻ്റെ ഡെലിവറി സ്റ്റോറി വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ എപ്പിസിയോട്ടമി സ്റ്റിച്ചിനെ പറ്റിയുള്ള ഒരു വീഡിയോയും കൂടി ഞാൻ ഇടാമെന്ന്. എൻ്റെ ഓൺ അനുഭവമാണ് കേട്ടോ. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ ഞാൻ പഠിച്ചിട്ടൊന്നുമല്ല പറയുന്നത്. എൻ്റെ അനുഭവത്തിൽ സ്റ്റിച്ച് എങ്ങനെ കെയർ ചെയ്യാം എന്നാണ് ഞാൻ കൂടുതൽ പറയുന്നത്. ഒരുപാട് പേർക്ക് കൺഫ്യൂഷനൊക്കെ ഉണ്ടാവുമല്ലോ. ആ ഒരു കൺഫ്യൂഷൻ എനിക്കറിയുന്നത് പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എപ്പിസിയോട്ടമി സ്റ്റിച്ച് എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. നോർമൽ ഡെലിവറി ഉള്ളവർക്ക് കുഞ്ഞിൻ്റെ ഹെഡ് ഈസി ആയിട്ട് പുറത്ത് വരാൻ വേണ്ടി ഡോക്ടേഴ്സ് അവർ നമ്മുടെ വജീനയുടെ ഭാഗം കട്ട് ചെയ്യും. അതിനെയാണ് എപ്പിസിയോട്ടമി സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പല രീതിയിലായിരിക്കും സ്റ്റിച്ചിൻ്റെ ആഴം എന്ന് പറയുന്നത്. ചിലവർക്ക് സ്റ്റിച്ച് കുറവായിരിക്കും, ചിലവർക്കാണെങ്കിൽ സ്റ്റിച്ചിൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത് 5 സ്റ്റിച്ചായിരുന്നു കേട്ടോ. അത് അത്യാവശ്യം കൂടുതലായിരുന്നു. എനിക്ക് നല്ല പെയിൻ ആയിരുന്നു. ഈ ഡെലിവറി കഴിഞ്ഞ് എന്നെ ഒബ്സർവേഷനിലോട്ട് കിടത്തിയ ആ സമയം മുതലേ എനിക്ക് സ്റ്റിച്ച് നല്ല വേദനയായിരുന്നു. കട്ട് ചെയ്ത സമയത്ത് നമുക്ക് അങ്ങനെ പെയിനൊന്നും എടുക്കത്തില്ല. പക്ഷേ അതിനുശേഷം നമ്മളെ ഒബ്സർവേഷനിലേക്ക് മാറ്റില്ലേ, ആ സമയത്ത് സ്റ്റിച്ച് നല്ല വേദനയാണ് കേട്ടോ. എനിക്ക് അങ്ങനെയായിരുന്നു. ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ഞാൻ പെയിൻ കില്ലറൊക്കെ ചോദിച്ചെങ്കിലും എനിക്ക് ഡൈക്ലോഫെനാക്കും പാരസെറ്റമോൾ ആൻറ്റിബയോട്ടിക്കൊക്കെയാണ് തന്നിരുന്നത്. അപ്പോൾ ഞാൻ അതെല്ലാം വേദന മാറാൻ വേണ്ടി കഴിച്ചായിരുന്നു. എന്നാലും കുറച്ച് സമയത്തേക്ക് ആശ്വാസം കിട്ടിയെങ്കിലും പിന്നെ വേദനയുടെ അളവ് കൂടിക്കൊണ്ടേയിരുന്നു. അതിനുശേഷം ഞങ്ങളെ വാർഡിലോട്ട് മാറ്റുമല്ലോ, പേ വാർഡിലോട്ട് മാറ്റിയ സമയത്ത് എനിക്ക് അപ്പോഴും വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ നേഴ്സ് വീണ്ടും എനിക്ക് ഗുളികകൾ തന്നായിരുന്നു. ഇതേ സെയിം ഗുളിക തന്നായിരുന്നു. അത് ഞാൻ കഴിച്ചു. വീണ്ടും എനിക്ക് കുറച്ച് നേരം പെയിൻ ആശ്വാസമായിരുന്നു. പിന്നെ അന്ന് നൈറ്റ് എനിക്ക് വേദന നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. ഈ സ്റ്റിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ ഒബ്സർവേഷനിൽ നിന്ന് പേ വാർഡിലോട്ട് മാറ്റണമെങ്കിൽ ഒരു പ്രൊസീജിയറുണ്ട്. ഞങ്ങൾ യൂറിൻ പാസ് ചെയ്താൽ മാത്രമേ നമ്മൾ പേ വാർഡിലോട്ട് മാറ്റത്തുള്ളൂ. അപ്പോൾ ഈ സ്റ്റിച്ചിൻ്റെ വേദന കാരണം നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എത്ര ട്രൈ ചെയ്താലും യൂറിൻ പോകുന്നതെന്ന് പറയുന്നത് അതൊക്കെ ഈ നോർമൽ ഡെലിവറിയുടെ അതികഠിനമായിട്ടുള്ള സ്റ്റേജസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. യൂറിൻ പോകത്തേയില്ല. ഒരുപാട് ടൈം എടുത്തിട്ടാണ് എനിക്ക് യൂറിൻ പാസ്സായത്. അതുകൊണ്ട് തന്നെ എന്നെ പേവാർഡിലോട്ട് മാറ്റാനായിട്ട് ഒരുപാട് ലേറ്റായി കേട്ടോ. അങ്ങനെ അതിനുശേഷം പേവാർഡിലോട്ടൊക്കെ മാറ്റി വീണ്ടും പെയിൻ കില്ലറന്നു. അന്ന് രാത്രി എനിക്ക് അസഹനീയമായ പെയിനായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് രാത്രിയൊക്കെ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എനിക്ക് കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണം, ഈ വേദന സഹിക്കണം. അങ്ങനെ ഞാൻ ഫുള്ള് നടക്കുകയായിരുന്നു. എനിക്ക് കിടക്കാനൊന്നും പറ്റുന്നില്ല, അത്രയ്ക്ക് പെയിനായിരുന്നു കേട്ടോ. പിന്നെ പിറ്റേ ദിവസമായപ്പോൾ പെയിനിന് കുറച്ച് ആശ്വാസമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറയുന്നുണ്ടായിരുന്നു കുറച്ച് ആശ്വാസം തോന്നുന്നല്ലേ. അത് നമ്മളെ മുഖത്തിൽ നിന്ന് മനസ്സിലാവുമല്ലോ. നമ്മൾ പെയിനുള്ളപ്പോൾ ഒരുമാതിരി ക്ഷീണിച്ച് അതിൻ്റെ ഒരു വേദനയിലൊക്കെ കിടക്കും. അപ്പോൾ പിറ്റേ ദിവസം എനിക്ക് 2ാമത്തെ ദിവസം എനിക്ക് രാവിലേക്ക് ആശ്വാസമായിരുന്നു. പക്ഷേ അപ്പോഴും ഞാൻ ഫേസ് ചെയ്ത ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ. ഈ സ്റ്റിച്ച് എനിക്ക് ആ ഏനസിൻ്റെ ആ ഭാഗത്ത് വരെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ മോഷൻ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മോഷൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്, പക്ഷേ പോകുന്നില്ല. ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ മോഷൻ പോകാനായിട്ട് അവരെനിക്ക് 2 ടാബ്ലറ്റ് തന്നായിരുന്നു. അത് ഞാൻ കഴിച്ച് പോയില്ല. പിന്നെ ഒരു സിറപ്പ് കഴിച്ചു, സിറപ്പിൻ്റെ ഡുബാലക്ക് സിറപ്പ്, ക്രിമാഫിൻ പ്ലസ് സിറപ്പ്, അതൊക്കെ കഴിച്ചെങ്കിലും എനിക്ക് മോഷൻ പോയില്ല. അടുത്ത 3ാമത്തെ ദിവസമായപ്പോഴും ഇതേ അവസ്ഥ, മോഷൻ പോകുന്നില്ല. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് മോഷൻ പോകുന്നില്ല. അപ്പോൾ 3ാമത്തെ ദിവസം നോർമൽ ആണെങ്കിൽ ഡിസ്ചാർജ് പറയേണ്ടതാണ്. പക്ഷേ ഡോക്ടർ പറഞ്ഞായിരുന്നു മോഷൻ പോയാൽ മാത്രമേ വീട്ടിൽ വിടത്തുള്ളൂ. അപ്പോൾ വീണ്ടും അമ്മയ്ക്കും ഹസ്ബൻഡിനൊക്കെ വിഷമമായി. എനിക്കും വിഷമമുണ്ടായിരുന്നു. മോഷൻ പോകാത്തത് കൊണ്ടല്ലേ ഡിസ്ചാർജിന് പറ്റാത്തത്, അങ്ങനെ ഒരു ഇതായി. അതിനുശേഷം ആ സമയത്ത് ഡോക്ടർ 3ാമത്തെ ദിവസം എനിക്ക് സപ്പോസിറ്ററി എഴുതി. അപ്പോൾ ഉടനെ തന്നെ സപ്പോസിറ്ററി കൊടുക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് സപ്പോസിറ്ററി വെച്ച് വിത്തിൻ 5 മിനിറ്റ്സിനകം എനിക്ക് മോഷൻ പോയി കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. പക്ഷേ പോയെങ്കിലും പിന്നീടും മോഷൻ നേരെ പോകുന്നില്ലായിരുന്നു. പിറ്റേ ദിവസം തൊട്ട് വീണ്ടും മോഷൻ പോകാത്തൊരവസ്ഥയാണ്. ഇതിന് കാരണം എന്ന് പറയുന്നത് ഈ സ്റ്റിച്ച് തന്നെയാണ്. അങ്ങനെ 4ാമത്തെ ദിവസം ഡിസ്ചാർജായി വീട്ടിൽ വന്നായിരുന്നു. അപ്പോൾ 4ാമത്തെ ദിവസം ഡിസ്ചാർജിൻ്റെ അന്ന് തൊട്ടേ എനിക്ക് വീണ്ടും പെയിൻ കൂടി വരികയായിരുന്നു കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ അസഹനീയമായ പെയിൻ വീണ്ടും എനിക്ക് സ്റ്റാർട്ടായി. അങ്ങനെ 4ാമത്തെ ദിവസമാണോ ഡിസ്ചാർജായി വീട്ടിൽ വന്നല്ലോ, അതിൻ്റെ പിറ്റേ ദിവസമോ ആ ദിവസമോ എന്തോ എനിക്ക് രാത്രി നല്ല പെയിനായിട്ട് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ സ്റ്റിച്ച് ഇൻഫെക്ഷൻ ആയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എന്നെ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഇൻഫെക്ഷൻ ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരും പറഞ്ഞതെന്ന് വെച്ചാൽ 4 ദിവസമായതല്ലേ ഉള്ളൂ, നല്ല പെയിൻ ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അവിടെ നിന്നൊരു ഓയിൽമെൻറ്റും കൂടി തന്നായിരുന്നു കേട്ടോ.
എനിക്ക് ഞാൻ ഡെലിവറി നടന്ന ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് ഓയിൽമെൻ്റ് ഒന്നും തന്നില്ല. ഈ ഹോസ്പിറ്റലിൽ ഇപ്പോൾ എനിക്ക് ഓയിൽമെൻറ്റ് പിന്നെ ഒരു ടാബും കൂടെ തന്നായിരുന്നു. അപ്പോൾ അത് ഞാൻ പുരട്ടുകയും പിന്നെ നന്നായിട്ട് വാഷ് ചെയ്ത് നല്ല കെയർ ചെയ്യണം കേട്ടോ, സ്റ്റിച്ച് നന്നായിട്ട് കെയർ ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം വീണ്ടും ഒരു 8ാമത്തെ ദിവസം എനിക്ക് നല്ല പെയിനായി. വീണ്ടും നമ്മൾ ഡെലിവറി നടന്ന ഹോസ്പിറ്റലിലോട്ട് പോയി. അപ്പോൾ അന്ന് സൺഡേ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഡെലിവറി നടന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് ഞങ്ങൾ പോയത്. അവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ആ ലേഡി ഡോക്ടർ എന്നെ വീണ്ടും ചെക്ക് ചെയ്തു. എനിക്ക് ഡെലിവറി നടത്തിയ ഡോക്ടറിനെ അല്ല കണ്ടതെന്ന് സൺഡേ ആയതുകൊണ്ട് ആ ഡോക്ടറിനെ കാണാൻ പറ്റില്ല. അപ്പോൾ വേറൊരു ഡോക്ടർ വന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു ഇൻഫെക്ഷൻ ഒന്നും ആയിട്ടില്ല, ഒരു സ്റ്റിച്ച് പൊട്ടിയിട്ടുകൊണ്ട് ബാക്കിയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ അയഞ്ഞ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു ഇങ്ങനെ സ്റ്റിച്ച് ഇടേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നന്നായിട്ട് ചൂട് വെള്ളത്തിൽ ഉപ്പിട്ട് ലൈറ്റ് ചൂടായിട്ട് പിടിക്കാൻ ഡോക്ടർ എനിക്ക് നിർദ്ദേശം തന്നായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഈ ചൂടുവെള്ളം ഒരു പാത്രത്തിലെടുത്ത് അതിൻ്റെ പുറത്ത് കുറച്ച് നേരം ഇരിക്കുമായിരുന്നു. ഒരുപാടൊന്നുമല്ല, കുറച്ച് നേരം അതിൻ്റെ പുറത്തിരിക്കും. പിന്നെ ചൂടുവെള്ളം നന്നായിട്ട് കൊള്ളിക്കുമായിരുന്നു, ഉപ്പുവെള്ളം ഇട്ട വെള്ളം. അങ്ങനെ അതിനുശേഷം എനിക്ക് കുറച്ച് ആശ്വാസമുണ്ട്. പിന്നെ ഞാൻ നന്നായിട്ട് ഒപ്പി ഓയിൽമെൻറ്റും പുരട്ടുമായിരുന്നു. പിന്നെ എനിക്ക് അന്ന് തന്നെ വീണ്ടും ആൻറ്റിബയോട്ടിക്കും ഈ ഡൈക്ലോഫെനാക്ക് ഇതൊക്കെ വീണ്ടും തന്നായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് പറ്റിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ കറക്റ്റായിട്ട് ഗുളികകൾ എടുത്തില്ലായിരുന്നു. ആൻറ്റിബയോട്ടിക് അല്ലേ അല്ലെങ്കിൽ പാരസെറ്റമോൾ അല്ലേ എന്ന് പറഞ്ഞ് ഞാനങ്ങ് തള്ളി കേട്ടോ. പക്ഷേ നമ്മൾ മെഡിസിൻ കറക്റ്റായിട്ട് എടുക്കണം, അത് ഒന്നാമത്തെ ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തത് ആ ഭാഗം എപ്പോഴും നമ്മൾ ഇൻഫെക്ഷൻ ആവാതിരിക്കാൻ എപ്പോഴും ആ ഭാഗം യൂറിൻ പാസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആയിട്ട് സൂക്ഷിക്കണം. പിന്നെ അതിനുശേഷം തന്നെ നമ്മൾ ഓരോ തവണയും ഓയിൽമെൻറ്റ് പുരട്ടണം. പിന്നെ കുറച്ച് നേരം നമ്മൾ ഫ്രീ ആയിട്ട് ആ പ്ലേസ് വിടണം. എന്നുവെച്ചാൽ കാറ്റ് കൊള്ളത്തക്ക രീതിയിൽ നമ്മൾ കുറച്ച് നേരം ഫ്രീ ആയിട്ട് വിടുന്നത് സ്റ്റിച്ച് പെട്ടെന്ന് ഹീലാവാൻ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ അതിനുശേഷം ഓയിൽമെൻ്റൊക്കെ പുരട്ടി ഓരോ തവണ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്തും നമ്മൾ നന്നായിട്ട് അതിനെ ഡ്രൈ ആയി സൂക്ഷിച്ച് ഓയിൽമെൻറ്റ് പുരട്ടിയാൽ നമുക്ക് സ്റ്റിച്ച് പെട്ടെന്ന് മാറാനുള്ള ഒരു വലിയൊരു മാർഗ്ഗമാണ് കേട്ടോ. പിന്നെ അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്കൊരു 14 ദിവസം, അതായത് 2 ആഴ്ച ആയപ്പോഴേ എനിക്ക് ആ കഠിനമായിട്ടുള്ള പെയിൻ മാറി കേട്ടോ. അതുവരെ ഞാൻ സഹിച്ച പെയിൻ എന്ന് പറയുന്നത് അത് വലിയൊരു പെയിനാണ്. അപ്പോൾ ഇൻഫെക്ഷൻ ആവാതെ എല്ലാവരും സൂക്ഷിക്കണം. എനിക്ക് ഇൻഫെക്ഷൻ ആയില്ല, എന്നിട്ട് പോലും ഇത്രയും പെയിനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇൻഫെക്ഷൻ ആയവർക്ക് എങ്ങനെ ആയിരിക്കുമെന്ന് ചിന്തിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും നോർമൽ ഡെലിവറിക്ക് ഇനി വെയിറ്റ് ചെയ്യുന്നവരും അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റിച്ച് ഇങ്ങനെ വേദന സഹിച്ചു കൊണ്ടിരിക്കുന്നവർക്കും പ്രധാനമായിട്ട് ഞാൻ പറയുന്നത് മെഡിസിൻ കറക്റ്റായിട്ട് എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഉപ്പുവെള്ളം, അതികഠിനമായ വെള്ളം പിടിക്കാനല്ല പറയുന്നത്, ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് നമ്മൾ ആ ഭാഗത്ത് കുറച്ച് നേരം പിടിക്കുന്നത് നല്ലതാണ്. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ നമ്മൾ ഇരിക്കുന്നതും നല്ലതാണ്. അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ ഓയിൽമെൻ്റ് ഇട്ട് നന്നായിട്ട് സൂക്ഷിക്കുക. സ്റ്റിച്ച് 2 ആഴ്ചയ്ക്കകം ഉറപ്പായിട്ടും ഹീലാവുന്നതാണ്. ചൂടുവെള്ളത്തിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും വേറൊരു ഡൗട്ടും കൂടെ എന്തായാലും വരാം. നമുക്ക് ഇപ്പോഴത്തെ സ്റ്റിച്ച് എന്ന് പറയുന്നത് നമ്മൾ ഡെലിവറി കഴിയുമ്പോഴേ ഡോക്ടർമാരായാലും നേഴ്സുമാരായാലും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തിളച്ച ചൂടുവെള്ളം കൊള്ളിക്കരുതെന്നാണ്. അപ്പോൾ അത് ശരിയാണ്, നമ്മൾ തിളച്ച വെള്ളം കൊള്ളിക്കാൻ പാടില്ല. സ്റ്റിച്ച് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ചൂടുവെള്ളത്തിലെന്തോ ഉരുക്കി പോകുന്ന ഒരു തരത്തിലുള്ള ഒരു സ്റ്റിച്ചാണ് ഇപ്പോഴത്തെ ഹോസ്പിറ്റലിലെല്ലാം ഇടാറ്. അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് തിളച്ച ചൂടുവെള്ളം കൊള്ളിക്കാതിരിക്കുക. നമുക്ക് ബോഡിയിലൊക്കെ ഒഴിക്കാം, പക്ഷേ ആ പ്ലേസിൽ തിളച്ച ചൂടുവെള്ളമൊന്നും കൊള്ളിക്കാതിരിക്കുക. പിന്നെ ചൂടുവെള്ളം നമുക്ക് കൊള്ളാം, ചെറു ചൂടുവെള്ളം ഉപ്പിട്ട് നമുക്ക് കൊള്ളിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. അതും ആദ്യത്തെ ഒരു 4-5 ദിവസമൊന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഞാൻ ചെറു ചൂടുവെള്ളം പിടിക്കുമായിരുന്നു കേട്ടോ. ആദ്യം തൊട്ടേ ഞാൻ പിടിക്കുമായിരുന്നു. ആ ഭാഗത്ത് കൊള്ളിക്കത്തില്ല, ബോഡിയിലൊക്കെ പിടിക്കും. പിന്നെ നമുക്ക് ഒരു 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷം ചെറു ചൂടുവെള്ളം നമുക്ക് നന്നായിട്ട് തന്നെ പിടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എപ്പിസിയോട്ടമി സ്റ്റിച്ചും അതിനെ എങ്ങനെ കെയർ ചെയ്യണമെന്നും ഉള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.